അർച്ചന, ഗുഡ് മോർണിംഗ്. ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ കൈക്കൂലിക്കാരിയായ ബിൽഡിംഗ് ഇൻസ്പെക്ടറെ പിടികൂടിയ സംഭവം. നമ്മൾ എത്രയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ചില പുഴുക്കുത്തുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് നമ്മളോട് പറയുന്നതായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ തെളിയിക്കുന്നത്. ഇനി വിജിലൻസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇതുവരെ എന്താണ് സ്വപ്നയെക്കുറിച്ച്? മനു, ഗുഡ് മോർണിംഗ്. പ്രധാനമായും കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസം ഈ സ്വപ്ന വിജിലൻസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തെളിവ് ശേഖരണം അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇനി കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിൻ്റെ മുന്നിലുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്വപ്ന താമസിച്ചിരുന്ന തൃശ്ശൂരിലെയും ഒപ്പം കൊച്ചിയിലെയും എല്ലാം വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വപ്ന ആരിൽ നിന്നും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. അതുപോലെ തന്നെ സ്വപ്നയുടെ മൊബൈൽ ഫോൺ, മറ്റ് ഇടപാടുകൾ, സ്വപ്നയുമായി ബന്ധമുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ പോലീസ് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. കാരണം വിശദമായി ചോദ്യം ചെയ്യാനും ഒപ്പം ഇത്തരത്തിൽ സ്വപ്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ താൻ മാത്രമല്ല കൈക്കൂലി വാങ്ങുന്നത്, തന്നേക്കാൾ ഉയർന്ന തുക വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന ആളുകളുണ്ട് എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി, പരാതി കൂടി ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ സ്വപ്ന ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കൃത്യമായ അന്വേഷണം തന്നെയാണ് വിജിലൻസ് നടത്തുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി എന്തായാലും മുന്നിലുണ്ട്. മാത്രമല്ല തൃശ്ശൂരിലും ഇവർ കോർപ്പറേഷനിൽ ജോലി ചെയ്യുമ്പോഴും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതായി മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ മൊഴികൾ പുറത്തു വരുന്നത്. മാത്രമല്ല 3 ലക്ഷം രൂപ ഒരു മാസത്തിൽ കൈക്കൂലി വാങ്ങിയെന്ന ഞെട്ടിക്കുന്ന വിവരമടക്കം ഈ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നിരുന്നു.